ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ റോൾ ഓഫ് ഗ്ലോബൽ ആൻഡ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. അത് രാജ്യങ്ങൾക്ക് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗ്ലോബൽ ആയിട്ടുള്ളതും റീജിയണൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. റോൾ ഓഫ് ഗ്ലോബൽ ആൻഡ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഗ്ലോബൽ ആൻഡ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ മാനേജിങ് ഇന്റർനാഷണൽ എക്കണോമിക്സ് മാനേജ് ചെയ്യുന്നതിൽ, പൊളിറ്റിക്കൽ ആയിട്ടുള്ളത്, സോഷ്യൽ റിലേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഗ്ലോബലും ആയിട്ടുള്ളതും റീജിയണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ദേ ഹെൽപ്പ് കൺട്രീസ് കോഓപ്പറേറ്റ്, റെഡ്യൂസ് കോൺഫ്ലിക്റ്റ് ആൻഡ് പ്രൊമോട്ട് ഡെവലപ്മെന്റ്. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കുന്നതിന്, സഹകരണം ഉറപ്പുവരുത്തുന്നതിന്, ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നതിനൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സഹായിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോൾ നോക്കാം. ഓക്കെ, അതായത് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേറ്റ് അറ്റ് ദ വേൾഡ് വൈഡ്. നമുക്കറിയാം, ഇപ്പോൾ ഗ്ലോബൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ IMF, വേൾഡ് ബാങ്ക് പോലുള്ളത് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, ലെവൽ ആൻഡ് അഡ്രസ് ഇഷ്യൂസ് ദാറ്റ് അഫക്ട് മെനി ഓർ ഓൾ കൺട്രീസ്. ഒരുപാട് രാജ്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്ലോബൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലേ? അപ്പോൾ അത് എക്കണോമിക് സ്റ്റെബിലിറ്റി, അതിൻ്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്, അതിൻ്റെ റോൾ എന്ന് പറയുന്നത് എക്കണോമിക് സ്റ്റെബിലിറ്റീസ്. ഓരോ രാജ്യത്തിനും സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്കണോമി കൊണ്ടുവരുന്ന ഉള്ള പങ്ക് വഹിക്കുന്നതാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ദ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, IMF ഹെൽപ്പ് മെയിൻറ്റെയിൻ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അതായത് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന്, അതായത് ആഗോള തലത്തിലുള്ള സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. ദേ പ്രൊവൈഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കൺട്രീസ് ഫേസിങ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് അനുഭവിക്കുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള രാജ്യത്തിന് ഇതെന്ത് ചെയ്യും? ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. ഓക്കെ, പേയ്മെന്റ് കൊടുക്കും. ആൻഡ് അഡ്വൈസ് ഓൺ മാക്രോ എക്കണോമിക് പോളിസീസ്. ഏതൊക്കെ മാക്രോ എക്കണോമിക് പോളിസീസ്, ഇപ്പം ഫിസിക്കൽ പോളിസി ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്, ഇപ്പം അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കുന്നതിനുള്ള പോളിസി ഏതൊക്കെ എടുത്താൽ നിങ്ങൾക്കത് രാജ്യത്തെ കരകയറ്റി കൊണ്ടുവരാം എന്നുള്ള അഡ്വൈസും കൊടുക്കുന്നുണ്ട്. അടുത്ത റോൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടി റിഡക്ഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ അത് ഓരോ രാജ്യങ്ങളുടെയും പട്ടിണി മാറ്റാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഫണ്ടുകൾ കൊടുക്കും. ഇപ്പൊ ദ വേൾഡ് ബാങ്ക് സപ്പോർട്ട്സ് ലോങ് ടേം എക്കണോമിക് ഡെവലപ്മെന്റ്. വേൾഡ് ബാങ്ക് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ലോൺസ് ആൻഡ് ഗ്രാൻസ് ഫോർ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട്, പോവർട്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, പോവർട്ടി അലിവിയേഷൻ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് പ്രൊമോഷൻ ഓഫ് ഗ്ലോബൽ ട്രേഡ്. രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു രാജ്യത്തിന് എന്തെങ്കിലും ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ മറ്റു രാജ്യത്ത് നിന്ന് മേടിച്ച് പൈസ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നതും ഈ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, WTO. ഓക്കെ, അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തവർക്ക് ആ ലിങ്ക് കൂടെ ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. ഓക്കെ, റെഗുലേറ്റ്സ് ഇന്റർനാഷണൽ ട്രേഡ്. അതാണ് ഈ WTO ആണ് മൊത്തത്തിലുള്ള വേൾഡ് വൈഡ് ആയിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ റൂൾ പ്രകാരമാണ് രാജ്യങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്, എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ നടത്തേണ്ടത്. അടുത്തത്, ഇറ്റ് എൻഷുവേഴ്സ് ട്രേഡ് ഫ്ലോ സ്മൂത്ത്ലി. ട്രേഡ് ഫ്ലോ സ്മൂത്തായിട്ട്, സുഗമമായിട്ട് ട്രേഡ് ഫ്ലോ കൊണ്ടുവരുന്നതിന് സഹായകരമാവുന്നു. റെഡ്യൂസസ് ട്രേഡ് ബാരിയേഴ്സ്. ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ബാരിയർ ഉണ്ടെങ്കിൽ, ഇപ്പം ക്വാട്ട, എംബാർഗോ, ടാരിഫ്, അപ്പം ഇങ്ങനെയുള്ള, ഇപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ബാരിയർ ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിനും ഈ WTO ഇടപെട്ട് ഒരു പരിധിവരെ അതിന് കഴിയും. ആൻഡ് സെറ്റിൽസ് ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ കൺട്രീസ്. രാജ്യങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ, വ്യാപാര കരാറുകൾ തമ്മിലുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ ഇതിടപെട്ട് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു. അടുത്തെന്ന് പറയുന്നത് പീസ്, സെക്യൂരിറ്റി ആൻഡ് കോഓപ്പറേഷൻ. ആ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പ്രൊമോട്ട്, UN ഇല്ലേ, അപ്പം ഇത് പ്രൊമോട്ട്സ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു സുരക്ഷ രാജ്യങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതും സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതൊക്കെ UN ആണ്. ഇറ്റ് ആൾസോ അഡ്രസ്സസ് ഗ്ലോബൽ ഇഷ്യൂസ് ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു. അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യുന്നു. ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ്, മാനവരാശി നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതും ഈ വേൾഡ് ഓർഗനൈസേഷൻസ് ആണ്. ഇനി നമുക്ക് അടുത്തത് റോൾ ഓഫ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കാം. ഓക്കെ, ഇതിന്റെ പങ്കെന്ന് പറയുന്നത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോക്കസ് ഓൺ കോഓപ്പറേറ്റിംഗ് എമംഗ് കൺട്രീസ് വിത്തിൻ എ സ്പെസിഫിക്കൽ ജോഗ്രഫിക് ഏരിയ. ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഉള്ളിലുള്ള റീജിയൻസ് തമ്മിലുള്ള കോഓപ്പറേഷനാണ് ഇത് ഉറപ്പുവരുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണത്. ഓക്കെ, അപ്പം റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ് ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ. മനസ്സിലായില്ലേ? അതായത് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് EU, ഞാൻ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ, പ്രൊമോട്ട് ഫ്രീ മൂവ്മെന്റ്
മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, സർവീസ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ എമംഗ് മെമ്പർ കൺട്രീസ്. അതിൽ അംഗമായ രാജ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ, ഈ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഒരു രാജ്യത്ത് എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആ ഒരു മൂവ്മെന്റ് നടത്തി അതിനെ പരിഹരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദേ ഹെൽപ്പ് ക്രിയേറ്റ് കോമൺ മാർക്കറ്റ്സ് ആൻഡ് സംടൈംസ് കോമൺ കറൻസീസ്. അപ്പോൾ ഇത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കോമൺ കറൻസിയാണ്. അപ്പോൾ അതുപോലെ ഒരു കറൻസിയാണ് അത്രയും രാജ്യങ്ങൾ, ആ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ എന്താണ് ഡീൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള കോമൺ കറൻസിയോ അല്ലെന്നുണ്ടെങ്കിൽ കോമൺ മാർക്കറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്ത റോൾ എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ ആണ്. ട്രേഡ് പരമായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള സഹകരണം. അപ്പം റീജിയണൽ ബോഡി സച്ച് എസ് ആസിയാൻ പോലുള്ള റീജിയണൽ ബോഡി ഇപ്പം എൻകറേജ് റീജിയണൽ ട്രേഡ്. അപ്പോൾ ആ റീജിയണിലെ ട്രേഡാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ആസിയാൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. 10 അംഗങ്ങളാണ് അതിലുള്ളത്. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാൻഡ് അങ്ങനെയുള്ള ആ ഏരിയയിലുള്ള രാജ്യങ്ങൾ. അടുത്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കോഓപ്പറേഷൻ, രാഷ്ട്രീയപരമായിട്ടുള്ള സഹകരണം ഉറപ്പുവരുത്തുന്നത്. ഇപ്പം ഓർഗനൈസേഷനിലേക്ക് സാർക്ക് അറിയാമല്ലോ, അപ്പോൾ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. 8 അംഗരാജ്യങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് കൊണ്ട്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, മാൽദീവ്സ്, അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സാർക്കിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഇത് എൻഹാൻസ് റീജിയണൽ സ്റ്റെബിലിറ്റി ത്രൂ കൊളാബറേഷൻ ഇൻ എഡ്യൂക്കേഷനിൽ, വിദ്യാഭ്യാസത്തിൽ, ഹെൽത്തിൽ, കൾച്ചറിലൊക്കെ ഒരു കൊളാബറേഷൻ, പോവർട്ടി റിഡക്ഷൻ, ഇതിലൊക്കെ ഒരു കൊളാബറേഷൻ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ രാജ്യങ്ങളുടെ സഹകരണം മൂലം ഒരു റീജിയണൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഫംഗ്ഷനാണ്, റീജിയണൽ ഓർഗനൈസേഷൻ്റെ ഒരു പങ്കാണ്, റോൾസ് ആണ് ഇതൊക്കെ. അടുത്തെന്ന് പറയുന്നത് അഡ്രസ്സിങ് റീജിയണൽ പ്രോബ്ലംസ് ആണ്. പ്രാദേശികമായ ഈ നേരത്തെ പറഞ്ഞ ആ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ആ റീജിയനിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീൽ മോർ എഫക്റ്റീവ്ലി വിത്ത് റീജിയൻ സ്പെസിഫിക് ചലഞ്ചസ് ആണ്. ആ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട വെല്ലുവിളികൾ, അപ്പം ട്രേഡുമായിട്ടാണെന്നുണ്ടെങ്കിലോ സാമ്പത്തികമായിട്ടാണെങ്കിലോ ഉള്ള വെല്ലുവിളികൾ നേരിടുന്നതിനാണ് ഈ ഒരു ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ചലഞ്ചസ് സച്ച് ആസ് മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ അടുത്തടുത്ത രാജ്യങ്ങൾ തമ്മിലാണല്ലോ മൈഗ്രേഷനൊക്കെ കൂടുതൽ വരുന്നത്. പിന്നെ റീജിയണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട്സ്, ഇന്ത്യ ചൈന കോൺഫ്ലിക്ട്സ്, ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നത്, അഡ്രസ്സ് ചെയ്യുന്നത് ഈ റീജിയണൽ ഓർഗനൈസേഷൻസ് ആണ്. പിന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഇതും അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിനൊരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ഫോർ വേൾഡ് വൈഡ് കോപ്പറേഷൻ ആണ് ആൻഡ് സ്റ്റെബിലിറ്റി. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കോപ്പറേഷൻ സ്റ്റെബിലിറ്റി ആണ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എയിം ചെയ്യുന്നത്. വൈൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോക്കസ് ഓൺ ലോക്കലൈസ്ഡ് ഇൻറ്റഗ്രേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഞാൻ പറഞ്ഞില്ലേ, ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ആ റീജിയണൽ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിനാണ് ഇത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോക്കസ് ചെയ്യുന്നത്. ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ കൂടെ ഫംഗ്ഷൻ ഒരുമിച്ച് എടുക്കുമ്പോഴത്തേക്ക് ദേ സ്ട്രെങ്തൻ ഗ്ലോബൽ ഗവേണൻസ് ആൻഡ് പ്രൊമോട്ട് ബാലൻസ്ഡ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. മനസ്സിലായി? അപ്പോൾ രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവ രണ്ടും. അപ്പോൾ രണ്ടിന്റെയും കോപ്പറേഷൻസ് രാജ്യങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.